നമസ്കാരം. കേരളം ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. സ്ത്രീ പീഡന പരാതിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി കൊടുത്തിരിക്കുന്നത്. ഇതുമായി സംബന്ധിച്ച താങ്കൾ സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണങ്ങളെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, ശരിക്കും മേഘ, ഞാൻ ഇന്നലെ രാത്രിയോടെയാണ് ഞാൻ എനിക്കെതിരെ കൂടി ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ കൗതുകം തോന്നി, എന്തിനാണ് എനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന്. പക്ഷെ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ, അല്ലെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചപ്പോ, എനിക്ക് അതിന് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ ഒരു വിവരമുണ്ടായിരുന്നു. അതായത് 2025 ഓഗസ്റ്റ് മാസം 21 കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് അതിഭാവ തീവ്രമായി അതിലെ അവതാരകരൊക്കെ കൂടി പ്രസന്റ് ചെയ്ത ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ടായി. ആ വിവരം ആ ചാനലിലുള്ളവർക്ക് അറിയാമായിരുന്നു. കേരളത്തിലെ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കൊക്കെ അറിയാമായിരുന്നു. ഓൺലൈനുകാർക്ക് അറിയാമായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ വിവരം കൃത്യമായിട്ടും ഈ മാധ്യമപ്രവർത്തകരൊക്കെ മറച്ചു വെച്ചു. ആ വിവരം എന്ന് പറയുന്നത്, ഈ പുറത്തു വന്ന ശബ്ദരേഖയിലെ പെൺകുട്ടി, അല്ലെങ്കിൽ ആരുടെ ശബ്ദമാണോ പുറത്തു വന്നത്, ആ പെൺകുട്ടി വിവാഹിതയായിരുന്നു എന്ന കാര്യമായിരുന്നു. ഈ സുപ്രധാനമായ വിവരം ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ എന്റെ അന്വേഷണത്തിലൂടെ, മാധ്യമ പ്രവർത്തകരുമായുള്ള സംഭാഷണങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മനസ്സിലാക്കുകയും, ഇത് വന്നു കഴിഞ്ഞാൽ ഈ കേസ് പകുതിയായിട്ട് ഇതിന്റെ ഒരു ഗ്രാവിറ്റി കുറയുകയാണ്. അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഈ ആഘോഷിക്കപ്പെടുന്ന ഈ പീഡന പരമ്പര എന്നൊക്കെ പറയുന്ന ഇതിന്റെ, അല്ലെങ്കിൽ ഈ നിർബന്ധിത ഗർഭഛിദ്ര കേസിന്റെ അതിന്റെ ആ ഫ്രീക്വൻസിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന്റെ ശക്തി പകുതിയായി കുറയുമെന്നുള്ള കാര്യം ചോദിച്ചോട്ടെ. ഇന്ത്യയിൽ അഡൾട്ടറി ഒരു ക്രൈം അല്ല. അതുകൊണ്ട് തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡനം ഇതിൽ നിലനിൽക്കില്ല എങ്കിൽ പോലും ഈ വധഭീഷണി മുഴക്കി ഗർഭഛിദ്രം നടത്തി തുടങ്ങിയ കേസുകൾ ഇപ്പോഴും നിലനിൽക്കില്ലേ? തീർച്ചയായും ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വിവാഹിതയായിരുന്നു പെൺകുട്ടി എന്നതടക്കമുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ എന്റെ വാർത്തകളിലൂടെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു, മറ്റാരും പറയാത്ത പല കാര്യങ്ങളും. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട സത്യങ്ങളും അതൊരിക്കലും ഈ കേസിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എതിരായുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ അവരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതൊന്നുമല്ല. എല്ലാവരുടെയും ഈ ജീവിത വഴികളിൽ ഉണ്ടാകുന്ന വിവിധ മുഹൂർത്തങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ മനുഷ്യർക്കിടയിൽ അത്തരം റിലേഷനുകൾ ഉണ്ടാകും, ഗർഭമുണ്ടാകും, ഗർഭഛിദ്രം ഉണ്ടാകും, ഒക്കെ ചെയ്യും. പക്ഷെ അതിന്റെയൊക്കെ പേരിൽ ഒരാളിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കുന്നത്, ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും മെറിറ്റല്ല, എല്ലാ കേസുകളുടെയും കഥയുമല്ല, ഈ പുറത്തു വന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ ബന്ധത്തിന്റെ ആ കഥയെക്കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ ഒരാളിന് രണ്ടുപേരും ചേർന്ന് ഒരു ക്രൈം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാളിന് മാത്രമായി ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിക്കാമോ എന്ന ചോദ്യമാണ് ഞാൻ ഉന്നയിച്ചത്.